എന്തായാലും പ്രാദേശിക നേതൃത്വങ്ങൾ ഇവിടേക്ക് വരുന്നു. ആർക്കും തന്നെയും കൃത്യമായ ഒരു മറുപടി ഈ കാര്യങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പോലീസ് ഒഴിഞ്ഞു പോയിട്ടില്ല. പോലീസ് ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. കാരണം ഈ രീതിയിലുള്ള ഒരു നടപടികൾക്ക് ശേഷം ഇനിയും ഒരു സംഘർഷ സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പോലീസ് അടക്കമുള്ളവർ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇനിയും സംഘടിക്കാനുള്ള ഒരു സാധ്യതയും കാര്യങ്ങളുമെല്ലാം തന്നെ ഇവിടെ നിലനിൽക്കുന്നു. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ വലിയ പോലീസ് സന്നാഹത്തോടുകൂടിയുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ പൂർത്തീകരിച്ചു എന്ന് പറയുന്നത് ഒരു സാധാരണ നടപടി എന്ന രീതിയിൽ അതിൽ ഒരു സർവേ നടപടികളുടെ ഒരു തുടക്കം മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇനി അത് പൂർത്തീകരിക്കാനടക്കം ബാക്കിയുണ്ട് എന്നതാണ് പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരടക്കം എവിടെയുണ്ട്? പ്രതികരണങ്ങളില്ല. പോലീസ് കമ്മീഷണർ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കമ്മീഷണറോട് ചോദിക്കുക. ക്രൂരമായ അക്രമമാണ് സ്ത്രീകൾക്ക് നേരെ പോലും ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ത്രീകളെ വലിച്ചിഴയ്ക്കുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. സമരപന്തൽ പൊളിച്ചു. ഏതായാലും വ്യക്തമായ ഒരു മറുപടി പോലീസ് ഉദ്യോഗസ്ഥർക്കുമില്ല. കാരണം നിർദ്ദേശങ്ങളനുസരിച്ച് തങ്ങൾ പ്രവർത്തിച്ചു എന്നതാണ് ഇവർ പറയുന്നത്. എന്തായാലും അതൊരു വലിയ രീതിയിലുള്ള പ്രവർത്തനം തന്നെയായിരിക്കുന്നു. കാരണം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെയാണ് ഈ രീതിയിൽ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത്. പോലീസുകാരുടെ സാന്നിധ്യം ഇവിടെയുണ്ടെങ്കിലും അവരൊന്നും ആ സമയത്തേക്ക് ഈ നീക്കം ചെയ്യുന്നതിന് വന്നിരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ആ ആരോപണം ഏതാണ്ടും ശരി തന്നെയാണ്. നമ്മൾ ദൃശ്യങ്ങൾ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാം. മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഈ സ്ത്രീകളെ അടക്കം വലിച്ചഴച്ചത് പുരുഷ പോലീസുകൾ തന്നെയായിരുന്നു. ഇത്രയ്ക്ക് സാഹസപ്പെട്ട് ഇത്രയ്ക്കധികം ബുദ്ധിമുട്ടിക്കൊണ്ട് ഇവരെ വലിച്ചഴച്ചുകൊണ്ട് ഈ രീതിയിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് ഈ നടപടികൾ അവസാനിപ്പിക്കണമോ എന്ന വലിയ ചോദ്യം തന്നെയാണ് ബാക്കി നിൽക്കുന്നത്. സജിത്ത്, എറണാകുളം പാരിയത്തുകാവ് പട്ടികജാതി ഉന്നതിയിലാണ് ഈ നടപടി ഉണ്ടാവുന്നത്. മുമ്പും പ്രതിഷേധങ്ങൾ ഉണ്ടായ ഇടമാണ്. പക്ഷേ ഇത്തവണ പോലീസ് നടപടി അതിക്രൂരമായിരുന്നു എന്നതാണ് സാഹചര്യം. സ്ത്രീകളെ അടക്കം വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു. വനിതാ പോലീസിന്റെ സഹായമുണ്ടായില്ല. പ്രായമുള്ളവർക്ക് അടക്കം വലിയ മർദ്ദനമോടെ ഏൽക്കേണ്ടി വന്നു എന്നതാണ് സാഹചര്യം. സ്ഥലത്ത് നിന്നും 3 പേരെ കാണുന്നില്ല എന്ന് ജനങ്ങൾ പറയുന്നു. അറിയോ? 3 പേരെ കാണുന്നില്ല എന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ അറിവിലുണ്ടോ? ഡാനി കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആരെയാണ് അവിടുന്ന് കാണാതായത്? അങ്ങനെ നാട്ടുകാർക്ക് ഒരു പരാതി ഉണ്ടോ? സമരക്കാരെങ്കിലും? സജിത്ത്, ഇക്കാര്യത്തിൽ പലരും തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വലിയ രീതിയിലുള്ള ഒരു ബഹളമായിരുന്നു. വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നു ഈ സമരപന്തലിലേക്ക് ജലപീരങ്കി പ്രയോഗിക്കുന്നു. ഇതിനിടയിൽ ഒരുപക്ഷെ ഈ പരിക്ക് പറ്റിയ ആരെങ്കിലും നീക്കം ചെയ്യാൻ ചിലരെങ്കിലും പോലീസ് തുടക്കം കഴിഞ്ഞ നാളുകളിലെല്ലാം തന്നെ പ്രതിരോധിച്ചു നിന്നത് ശ്രീനിജന്റെ നേതൃത്വത്തിലാണ്. പോലീസ് എന്താ ചെയ്തേ? വീട് 2 ചെയ്തു വെച്ചിട്ട് പോയി. ഞങ്ങളിപ്പോൾ ചെയ്തു വെച്ചിട്ട് പോയി. പോലീസുകാർക്ക് നടപടി ചെയ്യുന്നില്ല. ആണുങ്ങളെയൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് പെണ്ണുങ്ങൾ തല്ലുകയില്ല. കൈയിട്ട് പാലിച്ച് വനിതാ പോലീസാണോ അതോ അവരവരുടെ സേഫ്റ്റിയൊക്കെ അവർ നടക്കുന്നത്.
ഞങ്ങൾ അടി കൊള്ളാൻ മാത്രമായിട്ടിരുന്നു. ഞങ്ങൾക്ക് മരിക്കാനുള്ള വഴിയിലാക്കാണെ ഒട്ടും പാടില്ലാത്ത അതിനെ മരിച്ചു എന്താന്ന് തികച്ചും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണത്. കാരണം കഴിഞ്ഞ 5 വർഷം പ്രത്യേകിച്ച് ഒരു പട്ടികജാതിക്കാരനായിട്ടുള്ള MLA പ്രതികരിക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള രീതിയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കോടതി ഉത്തരവുകളൊക്കെ ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ 5 വർഷം ഈ പാരിയത്തുകാവിലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു കഴിഞ്ഞ സർക്കാരും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലും കഴിഞ്ഞ സമയത്ത് 5 വർഷം ഞങ്ങൾ എടുത്തത്. പക്ഷെ അതിന് ഘടകവിരുദ്ധമായിട്ട് ഈ സർക്കാർ അധികാരത്തിലെത്തി 3-ാമത്തെ ദിവസം ഇതാണോ ഈ സർക്കാരിന്റെ ദളിത് വിഭാഗങ്ങളോടുള്ള സമീപനമെന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ഇത് മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ്. കാരണം അവരറിഞ്ഞിട്ടാണോ ഇത് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇവിടെ പോലീസ്, ഇപ്പൊ ഇവിടെ ഉള്ള അമ്മമാരും സഹോദരിമാരും പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ഇതിൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകളുണ്ട്, എല്ലാ പാർട്ടിയിലും വോട്ട് ചെയ്ത ആളുകളുണ്ട്. 100 വർഷമായിട്ട് ഇവര് താമസിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇവര് ഇറങ്ങിപ്പോകണമെന്ന് ഞങ്ങൾ പറയാറില്ല, ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അവരെ കുടിയൊഴിപ്പിക്കാൻ വരുമ്പോ അവർക്ക് ആവശ്യമായിട്ടുള്ള പുനരധിവാസത്തിനുള്ള സൗകര്യം ഈ സർക്കാർ ചെയ്തു കൊടുക്കണ്ടേ? ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ അമ്മമാര്, അവരെ ക്രൂരമായിട്ടാണ് അവരെ തല്ലിച്ചതച്ചതെന്നാ പറയുന്നത്. പോലീസിന് എന്ത് ഉത്തരവാദിത്തമുള്ളത്? പോലീസിന് ആരാണ് ഇതിനൊക്കെ അധികാരം കൊടുത്തിരിക്കുന്നത്? ഇത് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇത് വഴിവിട്ട് ഇത്തരത്തിൽ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. ആ ഉദ്യോഗസ്ഥനെതിരെ ആവശ്യമായ നടപടികൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം ഞങ്ങൾ തുടരും. നടപടികൾ ആദ്യഘട്ടത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് 100 വർഷമായിട്ട് ഇതിലൊരു കുറെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. 19.5 ഏക്കർ സ്ഥലം ഇത് റവന്യൂ പുറമ്പോക്കാണെന്ന് റവന്യൂ രേഖകൾ തന്നെ പറയുന്നുണ്ട്. ഹൈക്കോടതി ഉത്തരവുണ്ട്. ഈ 19 ഏക്കറിൽ പെടുന്ന 2.5 ഏക്കർ സ്ഥലം മാത്രം എങ്ങനെ അളന്ന് തിട്ടപ്പെടുത്തുന്നത്? ഇതിന്റെ അതിർത്തി പങ്കിടുന്ന പെരിയാർ വാലി കനാൽ അടക്കം ഇത് ഗവൺമെന്റ് സ്ഥലമാണ്. എങ്ങനെയാണ് ഒരു അഭിഭാഷക കമ്മീഷൻ ഒരു ഗുണ്ടേനെ പോലെ വന്ന് രാവിലെ മുതൽ കഴിഞ്ഞ 14 പ്രാവശ്യവും ഞങ്ങൾ ജനകീയമായിട്ടാണ് തടഞ്ഞത്, നിയമപരമായിട്ടാണ് തടഞ്ഞത്. ഞങ്ങളുടെ ഒരു ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബൗണ്ടറീസ് ആക്ട് പ്രകാരം അതിർത്തികൾ പങ്കെടുക്കുന്ന സ്ഥലത്ത് നോട്ടീസ് കൊടുക്കണമെന്ന് കോടതി ഉത്തരവുള്ളതാണ്. ആ ഉത്തരവുകളൊന്നും പാലിക്കാതെയാണ് ഇന്ന് അഭിഭാഷക കമ്മീഷനും പോലീസിന്റെയും ഒരു ഗുണ്ടാരാജ് തന്നെ ഈ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ദളിതുകളായിട്ടുള്ള ആളുകളുടെ കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ വേണ്ടി ഇന്ന് നടന്നിട്ടുള്ളത്. ഇത് ശക്തമായിട്ട് പ്രതിഷേധിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും ഈ സർക്കാരിനെ, ഈ കോൺഗ്രസ് സർക്കാരിനെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ദളിത് മേഖലയിൽപ്പെടുന്ന ദളിതരായിട്ടുള്ള ആളുകളെ അധികാരം കിട്ടി 2-ാമത്തെ ദിവസം ഇത്തരത്തിൽ ക്രൂരമായിട്ട് തല്ലിച്ചതച്ചത് ശരിക്കും അന്വേഷിക്കേണ്ട വിഷയമാണ്. അധികാരം കിട്ടുന്നത് 10 വർഷം നിങ്ങളോട് ഭരിച്ചവരാണ്. പാവപ്പെട്ടവർക്ക് ഇവിടെ ഇത് ഒരു മിനിറ്റ് അതായത് ഇതില് ഒരു മിനിറ്റ് ഞാൻ പറയാം, മറുപടി